വെൽക്കം ടു ഓൾ. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡാണ്. കൺകറന്റ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ജസ്റ്റ് നമ്മളൊരു കാഷ്വൽ മാനറിൽ രണ്ട് വേരിയബിൾസിന്റെ കോറിലേഷൻ സ്റ്റഡി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കുക. ഇതിനങ്ങനെ ഒരു വലിയൊരു പ്രിസിഷൻ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് ആ വാല്യൂവിൽ ഉണ്ടാകുന്ന ഡയറക്ഷൻ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്, ആ മാഗ്നിറ്റ്യൂഡ് കൺസിഡർ ചെയ്യുന്നില്ല. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് 2z മൈനസ് n ബൈ n ആണ്. എന്ന് പറഞ്ഞ നമ്പർ ഓഫ് കൺകറന്റ് ഡീവിയേഷൻ, സോറി n അല്ല, c എന്ന് പറഞ്ഞ നമ്പർ ഓഫ് കൺകറന്റ് ഡീവിയേഷൻ, എന്ന് പറഞ്ഞ നമ്പർ ഓഫ് പെയേഴ്സ് കമ്പയർഡ്. ജസ്റ്റ് ഒരു ഫോർമുല, ഒരു പ്രോബ്ലം നോക്കിയാൽ മനസ്സിലാവും, വളരെ സിമ്പിൾ ആണ്. നോക്കാം. കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 20, 25, 30, 15, 28, 32, 35, 17, 29. വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട് 30, 18, 25, 10, 30, 25, 15, 30, 27. അപ്പൊ നമുക്ക് എന്നിട്ട് എന്താ ഈ രണ്ട് വാല്യൂസ് എടുത്ത് എഴുതുക. നമ്മൾ കൺകറന്റ് ഡീവിയേഷനില് ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ ഡി എക്സ്, അതായത് എക്സിൽ ഉണ്ടാകുന്ന ചേഞ്ചിന്റെ ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ ഡി വൈയിൽ ഉണ്ടാകുന്ന ചേഞ്ചിന്റെ ഡയറക്ഷൻ ആണ് ആദ്യം കണ്ടുപിടിക്കുക. ആദ്യത്തെ കോളം ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ ഡി എക്സ് 20, അവിടെ നമ്മൾ ഒന്നും എഴുതില്ല. 20 എന്തായി? 25 ആയി, അതായത് കൂടി. അപ്പൊ ഇവിടെ പ്ലസ് സൈൻ ഇടുക. 25 30 കൂടി, അപ്പൊ പ്ലസ് സൈൻ ഇടുക. 30 15 അതായത് കുറഞ്ഞു, അപ്പൊ നെഗറ്റീവ് ആണ് ഡയറക്ഷൻ. ഇനി 15 28 അതായത് കൂടി, പോസിറ്റീവ്. 28 32 കൂടി, പോസിറ്റീവ്. 32 35 കൂടി, പോസിറ്റീവ്. 35 17 കുറഞ്ഞു, നെഗറ്റീവ്. 17 29 പോസിറ്റീവ്. ഇങ്ങനെ ഡയറക്ഷൻ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതുപോലെ ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ വൈ കാൽക്കുലേറ്റ് ചെയ്യാം. 13 അവിടെ ഒന്നുമില്ല, കമ്പയർ ഒന്നുമില്ല. 13 18 അപ്പൊ എന്താണ്? കുറഞ്ഞു, നെഗറ്റീവ്. 18 25 കൂടി, പോസിറ്റീവ്. 25 10 കുറഞ്ഞു, നെഗറ്റീവ്. 10 13 കൂടി, പോസിറ്റീവ്. 30 25 കുറഞ്ഞു, നെഗറ്റീവ്. 25 15 കുറഞ്ഞു, നെഗറ്റീവ്. 15 13 കൂടി, പോസിറ്റീവ്. 13 27 കുറഞ്ഞു. അങ്ങനെ എഴുതി. ഇനി നമ്മൾ നേരത്തെ നമ്മൾ വാല്യൂവിനല്ലേ എന്താണ് ഡി ഇൻറ്റു ഡി ചെയ്യാറ്. ഇവിടെ ഈ ഡയറക്ഷൻസിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഡി എക്സ് ഇൻറ്റു ഡി വൈ. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താണ്? നെഗറ്റീവ്. പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, പോസിറ്റീവ്. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, പോസിറ്റീവ്. പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, പോസിറ്റീവ്. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, നെഗറ്റീവ്. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, നെഗറ്റീവ്. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, നെഗറ്റീവ്. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, നെഗറ്റീവ്. റൂളൊക്കെ അറിയാലോ, രണ്ട് പോസിറ്റീവ് തമ്മിൽ ഗുണിച്ചാൽ പോസിറ്റീവ് തന്നെ ഉണ്ടാവുക, രണ്ട് നെഗറ്റീവ് തമ്മിൽ ഗുണിച്ചാലും പോസിറ്റീവ് ഉണ്ടാവുക. ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ഗുണിച്ചാൽ നെഗറ്റീവ് ആണ് ഉണ്ടാവുക. ഇനി നമ്മള് ഈ സി എന്ന് പറയണത് ഡി എക്സ് ഡി വൈയില് എത്ര പ്ലസ് സൈൻ ഉണ്ട് എന്നുള്ളതിന്റെ എണ്ണാണ്. നമ്പർ ഓഫ് കൺകറന്റ് ഡീവിയേഷൻ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. അപ്പൊ സി എന്ന് പറയണത് 3, അതാണ് സി. ഈ ഡി എക്സ് ഇൻറ്റു ഡി വൈയിൽ എത്ര പോസിറ്റീവ് സൈൻ ഉണ്ട്. ഇനി ഫോർമുല അപ്ലൈ ചെയ്യുക. എന്ന് പറഞ്ഞ എത്ര പെയർ കമ്പയർ ചെയ്തിട്ടുണ്ടാവും? 1 2 3 4 5 6 7 8. നമ്മൾ ഇതിനെ കമ്പയർ ചെയ്തിട്ടില്ലല്ലോ, ഈ 20നെയും 13നെയും. സോ നമ്മൾ എന്ത് ചെയ്യില്ല, അത് എടുക്കില്ല. ബാക്കി പെയറുകൾ തന്നെയാണ് അല്ലെ. 25 30 1, അങ്ങനെയാണ് നമ്മൾ കമ്പയർ. അതുപോലെ 15 28 2, 32 35 4, 15 29 4 ഇതിൽ 4, അങ്ങനെ 8 പെയറിനെ കമ്പയർ ഉള്ളൂ. അതായത് നിങ്ങൾ ഈ ആദ്യത്തെ 2 എണ്ണം ഒഴിവാക്കുക, എന്നിട്ടുള്ള എണ്ണം എടുക്കും. 1 2 3 4 5 6 7 8. ഇനി ആർ എന്ന് പറയുന്നത് എന്താ? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് 2c മൈനസ് n ബൈ n. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് 2. സി എന്ന് പറഞ്ഞ നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻസ് എത്രയാണ്? 3. മൈനസ് എന്ന് പറഞ്ഞ നമ്പർ ഓഫ് പെയർസ് കമ്പയർഡ് 8 ഡിവൈഡഡ് ബൈ n 8. അപ്പൊ സോൾവ് ചെയ്യുക. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് 3 2 6 മൈനസ് 8 മൈനസ് 2 ഡിവൈഡഡ് ബൈ 8. പ്ലസ് ഓർ മൈനസ് റൂട്ട് പ്ലസ് ഓർ മൈനസ് -0.25. അപ്പോൾ ഇത് ബ്രാക്കറ്റ് എടുക്കുമ്പോൾ പോസിറ്റീവ് ആണ്, അതിനാണ് ഈ പ്ലസ് ഓർ മൈനസ് കൊടുത്തേക്കുന്നത്. ഇവിടെ മൈനസ്. ഇതിന്റെ ഉള്ളിൽ കിടക്കണത് എപ്പോഴും
നെഗറ്റീവ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് എന്ന് പറയുന്നത് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √0.25 എന്ന് പറയുന്നത് എന്താണ്? 0.5. ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പൊ സോ ഇവിടെ നെഗറ്റീവ് നമ്മൾ എടുത്തു, -0.5. അപ്പോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. താങ്ക് യു. ഇതിപ്പോ നിങ്ങൾ ഈ നെഗറ്റീവിന്റെ കാര്യം തലപോകഞ്ഞ് ആലോചിക്കൊന്നും വേണ്ട കേട്ടോ. ഈ നെഗറ്റീവ് ഒക്കെ കളഞ്ഞേക്ക്. -0.25 എന്നല്ലേ? അപ്പൊ എന്നിട്ട് ഈ നെഗറ്റീവിനെ പുറത്തെടുത്തു എന്ന് വിചാരിച്ചാൽ മതി. ഇപ്പൊ -√0.25, ഇപ്പൊ -0.5 അത് ആലോചിച്ചാൽ മതി. ഈ പ്ലസ് ഓർ മൈനസ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും അവിടെ സിഗ്നിഫിക്കന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ നോർമലി നെഗറ്റീവ് ആണെങ്കിൽ അത് ഒഴിവാക്കണം, അങ്ങനെ എടുക്കരുത്. ഇവിടെ -0.25 എന്ന് പറയുമ്പോൾ കോറിലേഷൻ നെഗറ്റീവ് ആവും, പോയിന്റ്. എന്നിട്ട് √25 എത്രയാണോ അത് കാണും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.